വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന ലെസനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ലെറ്ററാണ്. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ലെറ്ററാണ്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് വെറും 12 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കണ്ടു. ശേഷം രണ്ടുപേരും, ആദ്യം ജവഹർലാൽ നെഹ്റുവും പിന്നീട് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. രണ്ടുപേരും ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നെഹ്റു ഒരുപാട് വായിക്കുന്ന ആളാണ്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ പുണരാനും ഒക്കെയാണ് ഈ ലെറ്ററിലൂടെ അദ്ദേഹം തൻ്റെ പ്രിയപുത്രിയോട് പറയുന്നത്. നമുക്ക് ഈ ലെറ്ററിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ഈസി ഇംഗ്ലീഷിൽ 6ാം ക്ലാസ്സിലെ മുഴുവൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നേരെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ മതി. അവിടെ 6ാം ക്ലാസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ല നിങ്ങളെങ്കിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതായത് ക്ലാസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് ലെസൺസ് പഠിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. 1928 ഈ കാലയളവിൽ ജവഹർലാൽ നെഹ്റു 12 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പുത്രിക്ക് എഴുതിയിട്ടുള്ള ഒരു കൂട്ടം ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇവിടെ ഫാദർ നെഹ്റു ആണ്, ഡോട്ടർ ഇന്ദിരാഗാന്ധിയാണ്. അതൊരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സാണ്. 1, 2 ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്. അറ്റ് ദാറ്റ് ടൈം നെഹ്റു വാസ് ഇൻ അലഹബാദ് ആൻഡ് ഇന്ദിര വാസ് ഇൻ മസൂരി. അലഹബാദിലായിരുന്നു നെഹ്റു എന്ന് പറഞ്ഞത്. നെഹ്റു ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണ് ജയിലിൽ കിടന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണെന്ന് പലപ്പോഴും അദ്ദേഹം ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത് മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആ സമയത്ത് മസൂരിയിലായിരുന്നു. അപ്പോൾ നെഹ്റു എവിടെയായിരുന്നു? അലഹബാദിലായിരുന്നു. അതുകൊണ്ടാണ് ലെറ്റർ. ഇന്നത്തെ പോലെ ഫോണിൻ്റെ അതിപ്രസരമോ ഫോണ് അത്ര കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ നമുക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് തീരെ ലെറ്റർ എഴുതുന്നില്ല എന്ന് തന്നെ പറയാം അല്ലേ. നെഹ്റു യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഫ്രം ടൈം ടു ഇന്ദിര. അപ്പോൾ നെഹ്റു എപ്പോഴെങ്കിലും ലെറ്റർ എഴുതി നിർത്തുക അങ്ങനത്തെ ഒരാളല്ല. തുടർച്ചയായിട്ട് അദ്ദേഹം മകൾക്ക് ലെറ്റർ എഴുതിയിരുന്നു. ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. അപ്പോൾ നമുക്കിന്ന് വായിക്കാനുള്ള ഈ ലെസൺ ഇത് ആ കൂട്ടത്തിലെ ഒരു ലെറ്ററാണ്. ഞാൻ വായിക്കാം. ഏറ്റവും മുകളിൽ തൊട്ട് നോക്കുക. വെൻ യു ആൻഡ് ഐ ആർ ടുഗെദർ, നെഹ്റു പറയാം, നീയും ഞാനും ഒരുമിച്ചാവുമ്പോൾ യു ഓഫൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അബൌട്ട് മെനി തിങ്സ് ആൻഡ് ഐ ട്രൈ ടു ആൻസർ ദം. അപ്പോൾ നെഹ്റു പറയാം, നീയും ഞാനും ഒരുമിച്ചാകുമ്പോൾ നീ ഒരുപാട് ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അതിന് ആൻസർ പറയാറുണ്ട്. ഞാൻ അതിന് നന്നായിട്ട് ആൻസർ ചെയ്യാറുണ്ട്. ഐ ട്രൈ ടു ആൻസർ, ഞാൻ ശ്രമിക്കാറുണ്ട് ആൻസർ ചെയ്യാൻ. നൗ ദാറ്റ് യു ആർ അറ്റ് മസൂരി ആൻഡ് ഐ ആം ഇൻ അലഹബാദ്. കണ്ടോ, ഇപ്പോൾ നീ മസൂരിയിലാണ്, ഞാൻ അലഹബാദിലാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നീ എന്നോട് ഒരുപാട് ചോദ്യം ചോദിക്കും. ഞാൻ പലപ്പോഴും അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ അതിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അലഹബാദിലും നീ മസൂരിയിലുമാണ്. വി ക്യാൻ നോട്ട് ഹാവ് ദീസ് ടോക്സ്. അതെ, ആ ഡിസ്കഷൻ പോലെയുള്ള ടോക്ക് ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. I am therefore going to write to you from time to time short accounts of the story of our earth. അതുകൊണ്ട് ഞാൻ എഴുതാം. ഇപ്പോൾ കത്തെഴുതാനുള്ള കാരണം എന്താണ്? രണ്ടുപേരും 2 സ്ഥലങ്ങളിലാണ്. ഒരുമിച്ച് ഇരിക്കുമ്പോൾ അവർ നേരിട്ട് കോൺവേഴ്സ് ചെയ്യും. അപ്പോൾ ഞാൻ ടൈം ടു ടൈം, ഞാൻ സമയാസമയങ്ങളിൽ ആ ടൈം ഓരോ മുറക്ക്, കൃത്യമായ മുറക്ക് ഞാൻ നിനക്ക് എഴുതാം. എന്തിനെക്കുറിച്ച്? ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്, നമ്മുടെ ഭൂമിയെക്കുറിച്ച്, അതായത് പ്രകൃതിയെക്കുറിച്ച്. ഇനി നെഹ്റു പറയാം, ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദീസ് ലെറ്റേഴ്സ് ഓഫ് ടൈം. അപ്പോൾ എപ്പോഴും നിനക്ക് എഴുതാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദീസ് ലെറ്റേഴ്സ് ഓഫ് ടൈം, ലെറ്റേഴ്സ് ഓഫ് മൈൻഡ്. അപ്പോൾ കുറച്ചേ പറയാൻ പറ്റുള്ളൂ. ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ. എനിക്ക് ഒരുപാട് കാര്യം ലെറ്ററിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുക, പക്ഷേ ലെറ്റേഴ്സിൽ കൂടുതൽ കാര്യം കൊള്ളിക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. ഇവിടെ ഐ എം അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയം ഉണ്ടെന്നല്ല കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് മനസ്സിലാക്കണം. ഐ എം അഫ്രെയ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ സോറി എന്നൊക്കെ പറയില്ലേ, അതിന് പകരമായിട്ടാണ് ഐ എം അഫ്രെയ്ഡ് എന്ന് പറയുന്നത്. അതൊരു പ്രയോഗമാണ് ഇംഗ്ലീഷിലുള്ള. ആ കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഭയപ്പെട്ടു എന്നുള്ള അർത്ഥമല്ല.
But that time, I hope, will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അതായത് കുടുസായ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ജവഹർലാൽ നെഹ്റു. ഈ ലോകം മുഴുവനും നമ്മുടെ സ്വന്തം വീടായിട്ടും അതിലുള്ള വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങൾ, അതായത് പല രാജ്യക്കാരായ ആൾക്കാരും ഒക്കെ എന്താണ് നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ, നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നിനക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണ്, അപ്പോൾ ആഫ്രിക്കക്കാരൊക്കെ എന്താ അന്യദേശക്കാർ, അവരൊന്നും വേറെ വിഭാഗം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരൊക്കെ വളരെ മോശം, നമ്മളെ പണ്ട് അന്ന് ഭരിച്ചിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ഇതൊക്കെ എന്താണ് മനുഷ്യന്മാരാണ്. ഈ ഭൂമി മുഴുവനും നമ്മളൊക്കെ എന്താണ് ഒരുമിച്ചാണ്. ആ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ആയിരുന്നു നെഹ്റു ഒക്കെ. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാട് നിനക്കുണ്ടാവും. ഞാനിതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ ലെറ്റേഴ്സ് വായിക്കുമ്പോൾ നീ അങ്ങനെ കാണും. കുടുസായ ചിന്താഗതി വിട്ട് ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർ മുഴുവൻ എന്താണ് ഒന്നാണ്, നമ്മൾ എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഐ വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് എ ഹോൾ. ലോകത്തെ മുഴുവനായിട്ട് ഒന്നായിട്ട് കാണാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. വെറും നമ്മൾ ജീവിക്കുന്ന ആ ഒരു രാജ്യം മാത്രം. ഇപ്പോൾ നമ്മൾ കേരളക്കാരാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ ജില്ലക്കാർ മാത്രം, അപ്പോൾ ജില്ല മാത്രം മതി, അങ്ങനെയല്ല. നമ്മൾ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഈ ലോകം മുഴുവനും, അല്ല നമ്മൾ മുഴുവൻ ഏഷ്യക്കാരാണ്, ഏഷ്യക്ക് പുറത്തുള്ള ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ മോശമാണ്, അങ്ങനെയുള്ള ചിന്താഗതി പാടില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും താമസിക്കുന്നത് ഭൂമിയിലാണ്, ഭൂമി ആണ് നമ്മുടെ വീട് എന്നുള്ള രീതിയിലൊക്കെ ആ ചിന്താഗതി നിനക്ക് വരും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പീപ്പിൾസ് എന്ന് കണ്ടോ. ഈ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പീപ്പിൾസ് എവിടെ പറയാം? എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പീപ്പിൾസ് പറയാൻ കഴിയില്ല. അപ്പോൾ ജനങ്ങൾ എന്ന് സാധാരണ അർത്ഥത്തിൽ നമ്മൾ പറയണമെങ്കിൽ പീപ്പിൾ എന്നാ പറയാം. പക്ഷേ ഇവിടെ പീപ്പിൾസ് ഉദ്ദേശിച്ചത് വ്യത്യസ്ത രാജ്യങ്ങളിലെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് പീപ്പിൾസ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമേ പീപ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല, പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാം. പക്ഷേ ഇന്ത്യയിലെയും അമേരിക്കയിലും ജനങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ പീപ്പിൾസ് ഓഫ് ഇന്ത്യ ആൻഡ് അമേരിക്ക എന്ന് പറയാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ പീപ്പിൾ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്, പീപ്പിൾസ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്. എല്ലായിടത്തും പീപ്പിൾസ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ മാത്രം ഉദ്ദേശിച്ചു, അവിടെ പീപ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. മറിച്ച് ഇന്ത്യക്കാരും ഓസ്ട്രേലിയ, അമേരിക്ക, അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ, ഒന്നും വേണ്ട, 2 രാജ്യം മതി, ഇന്ത്യയും ചൈനയിലും ആൾക്കാർ. പീപ്പിൾസ് ഓഫ് ഇന്ത്യ ആൻഡ് ചൈന എന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റും. ഇനി ബാക്കി നോക്കാം. വെൻ യു ഗ്രോ അപ്പ് യു വിൽ റീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ എർത്ത് ആൻഡ് ഹെർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്സ്. നീ വലുതാവുന്ന സമയത്ത്, ഗ്രോ അപ്പ് വളരുന്ന സമയത്ത്, യു വിൽ റീഡ്, നീ വായിക്കും, അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ എർത്ത്, ഈ ഭൂമിയുടെ സ്റ്റോറി നീ വായിക്കും. ആൻഡ് ഹെർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്സ്. ഫാറ്റ് ബുക്സ് ഉദ്ദേശിച്ച് തടിച്ച പുസ്തകങ്ങൾ. അപ്പോൾ വലിയ പുസ്തകത്തിൽ നീ ഒരുപാട് വായിക്കും. നീ ഇപ്പോൾ ചെറുതല്ലേ, നീ വലുതാവുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ നിനക്ക് കിട്ടും. അപ്പോൾ നീ ഒരുപാട് ജനങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ചൊക്കെ വായിക്കും. യു വിൽ ഫൈൻഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ ദാറ്റ് യു മേ ഹാവ് റെഡ്. നീ ഇതുവരെ വായിച്ചതിൽ വെച്ചിട്ട് ഈ സ്റ്റോറീസ് ഒരുപാട് നോവൽസ് ഉണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിനക്ക് ആ ഒരു സ്റ്റോറി, ഭൂമിയെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നിനക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്നാണ് പറഞ്ഞത്. യു റീഡ് ഹിസ്റ്ററി ഇൻ ബുക്സ്. നീ ചരിത്രം പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ ഓൾ ടൈംസ് വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ. പക്ഷേ മനുഷ്യന്മാർ ഇല്ലാത്ത സമയത്ത് അപ്പോൾ പുസ്തകങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ കാലത്തെ ചരിത്രം നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? നല്ലൊരു ചോദ്യമാണല്ലേ. നെഹ്റു മകളോട് ചോദിക്കുക. ഇൻ ഓൾഡ് ടൈംസ്, വളരെ കാലം മുൻപ്, വെൻ മെൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ്, മെൻ ഉദ്ദേശിച്ചത് മനുഷ്യന്മാരാണ് കേട്ടോ, അല്ലാതെ ആണുങ്ങൾ മാത്രമല്ല. മനുഷ്യന്മാർ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. നിലനിൽക്കാത്ത സമയത്ത്, ഡിഡ് നോട്ട് എക്സിസ്റ്റ്, മനുഷ്യന്മാരില്ലാതിരുന്ന സമയത്ത്, ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ, ഒരു പുസ്തകം പോലും എഴുതപ്പെടാത്ത ഒരു സമയമായിരുന്നു. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ് ദെൻ, ആ സമയത്ത് ലോകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വി കൻ നോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് എല്ലായ്പ്പോഴും ഇരുന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇമാജിൻ എവറിത്തിങ്, ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യം. അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. For we could imagine anything we wanted to and would thus make up the most beautiful fairy tales. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, അതായത് മനുഷ്യന്മാർ ഈ ലോകത്തില്ലാതിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇമാജിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യമുണ്ട്. മനുഷ്യന്മാർ ഇല്ലാതിരുന്ന സമയത്ത്, ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന സമയത്ത്, അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്, സങ്കല്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്.
we could imagine anything we wanted to. നമുക്ക് വേണ്ടതെല്ലാം ഇമാജിൻ ചെയ്യാം. ആൻഡ് വുഡ് thus make up the most beautiful fairy tales. ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം യക്ഷിക്കഥ എന്നാണ്. അതായത് എന്താ നമ്മൾ പറയാം, ഉണ്ടാക്കിയെടുക്കുന്ന കഥയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇല്ലാത്ത കഥ. യക്ഷിക്കഥ എന്നാണ് ഫെയറി ടെയിൽസ്, അതായത് കെട്ടുകഥ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ കഥകളൊക്കെ എന്താണ് നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. But this need not be true, as it would not be based on any facts and we had seen. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റുകൾ കടന്നുകൂടുക സ്വാഭാവികമാണ്. നീഡ് നോട്ട് ബി ട്രൂ, അത് സത്യമായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിന് മുൻപുള്ള കാലത്തെക്കുറിച്ച് നമ്മളൊരു കഥ എഴുതുകയാണെങ്കിൽ, അന്നത്തെ കാര്യത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് ട്രൂ ആയിക്കൊള്ളുന്നില്ല. കാരണം ഫാക്റ്റ്, യാഥാർത്ഥ്യം, സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ലോ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. But although we have no books written in those far off days, fortunately we have some things which tell us a great deal as well, almost as a book would. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മനുഷ്യന്മാർ ഭൂമിയിൽ വരുന്നതിന് മുൻപ് പുസ്തകങ്ങളില്ല. അപ്പോൾ അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് പുസ്തകങ്ങളിലൂടെ അറിയില്ല. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താ, ഇമാജിൻ ചെയ്ത് എഴുതുക. പക്ഷേ ഇമാജിൻ ചെയ്ത് എഴുതുമ്പോൾ അതിലെന്തുണ്ടാവും, പിഴവുകൾ വന്നേക്കാം. കാരണം എന്താ, ഫാക്റ്റിനെ, സംഭവിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ലോ ഇമാജിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അത് സങ്കല്പിച്ച് എഴുതുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾദോ വി ഹാവ് നോ ബുക്സ് റിട്ടൺ ഇൻ ദോസ് ഫാർ ഓഫ് ഡേയ്സ്, ആ സമയത്ത് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല എങ്കിലും ഫോർച്യുനേറ്റ്ലി, ഭാഗ്യവശാൽ, വി ഹാവ് സം തിങ്സ് വിച്ച് ടെൽ അസ് എ ഗ്രേറ്റ് ഡീൽ. ഗ്രേറ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ആസ് വെൽ, ഒരുപാട് കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഓൾമോസ്റ്റ് ആസ് എ ബുക്ക് വുഡ്, ഒരു പുസ്തകം പറഞ്ഞു തരുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ അതിന് കഴിയും. എന്താണെന്ന് നോക്കല്ല. We have rocks, നമുക്ക് കല്ലുകളുണ്ട്. റോക്സ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ. ആൻഡ് മൗണ്ടൻസ്, വലിയ പർവ്വതങ്ങളുണ്ട്. ആൻഡ് സീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലുകളുണ്ട്. സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. ആൻഡ് റിവേഴ്സ്, പുഴകളുണ്ട്. ആൻഡ് ഡെസേർട്സ് എന്ന് പറഞ്ഞാൽ മരുഭൂമികളുണ്ട്. ആൻഡ് ഫോസിൽ അറിയില്ലേ, മൃഗങ്ങളുടെ ഫോസിലുകൾ, ആ ഫോസിലുകൾ ഉണ്ട്. ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്, അതായത് ചത്ത് മണ്ണിടിഞ്ഞ മൃഗങ്ങൾ, അതിൻ്റെ ശരീരം പിന്നെ ഫോസിലായി രൂപപ്പെടുന്നു. ആ ഫോസിലുകൾക്കൊക്കെ എന്താണ്, ഒരുപാട് കഥകൾ പറഞ്ഞു തരാനുണ്ട്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദ എർത്ത്സ് ഏർലി സ്റ്റോറി. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദ എർത്ത്സ് ഏർലി സ്റ്റോറി. അപ്പോൾ പുസ്തകങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയാത്തിടത്ത് എന്താണ്, ഈ ഫോസിലിനും മൗണ്ടനും റോക്ക് പാറകൾക്കും റിവറിനൊക്കെ കഥകൾ പറഞ്ഞു തരാൻ കഴിയും. And the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. അപ്പോൾ പുസ്തകങ്ങൾ അല്ലാതെ നമുക്ക് വിവരം കിട്ടുന്ന കാര്യമാണ് പറയുന്നത്, കല്ല്, മണ്ണ്, പുഴ, അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ല ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള ആൾക്കാർ എഴുതിയ പോലുള്ള പുസ്തകങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുക. പുസ്തകങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ്സെൽഫ്, പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രകൃതിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ കല്ല് പറയുന്നത് മനസ്സിലാക്കാം, അതുപോലെ തന്നെ മണ്ണ്, അതുപോലെ തന്നെ വലിയ മലകൾ, പുഴ, കടൽ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ ഉദ്ദേശിച്ചത് പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പ്രകൃതിയുമായിട്ട് നല്ല സൗഹാർദ്ദം സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. യു വിൽ, I hope, soon begin to learn how to read this story from the rocks and mountains. അപ്പോൾ നെഹ്റു പറയാം, എനിക്കറിയാം, ഐ ഹോപ്പ്, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, സൂൺ, പെട്ടെന്ന് തന്നെ, നീ ആരംഭിക്കും, ടു ലേൺ ഹൗ ടു റീഡ് ദിസ് സ്റ്റോറി, ഈ സ്റ്റോറി എങ്ങനെ വായിക്കുമെന്ന് നീ പഠിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫ്രം ദ റോക്സ് ആൻഡ് മൗണ്ടൻസ്, പാറക്കഷ്ണങ്ങളിൽ നിന്നും, മൗണ്ടൻ, പർവ്വതങ്ങളിൽ നിന്നും നീ കഥ പഠിക്കാൻ തുടങ്ങും സൂൺ, പെട്ടെന്ന് തന്നെ. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. ഫാസിനേറ്റിംഗ് മീൻസ് ഇൻട്രസ്റ്റിംഗ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഈസ്. ജസ്റ്റ് ഇമാജിൻ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര മനോഹരമായിരിക്കും ഇത്. എവറി ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ലയിങ് ഓൺ ദ റോഡ് ഓർ ഓൺ ദ മൗണ്ടൻ സൈഡ് മേ ബി എ ലിറ്റിൽ പേജ് in nature's book and may be able to tell you something if you only knew how to read it. എന്താ പറഞ്ഞത്, നീ കാണുന്ന ചെറിയ ചെറിയ കല്ലുകളുണ്ടല്ലോ, എവറി ലിറ്റിൽ സ്റ്റോൺ, ഓരോ ചെറിയ കല്ലുകളും, ദാറ്റ് യു സീ, നീ കാണുന്ന ഓരോ ചെറിയ കല്ലുകളും, ലയിങ് ഓൺ ദ റോഡ്, അതാ റോഡിലൊക്കെ കിടക്കുന്ന ചെറിയ കല്ലുകൾ, ഓർ ഓൺ ദ മൗണ്ടൻസ് ആൻഡ്, ഒരു പർവ്വതത്തിൻ്റെ അരികിൽ കിടക്കുന്ന ഒരു ചെറിയ കല്ല്, മേ ബി എ ലിറ്റിൽ പേജ്, അതൊരു ചെറിയ പേജ് ആവാം, ഇൻ നേച്ചേഴ്സ് ബുക്ക്, പ്രകൃതിയുടെ പുസ്തകങ്ങളിലെ. പ്രകൃതിയുടെ പുസ്തകം
എന്ന് പറയുമ്പോൾ വലുതാണ്, വളരെ വിശാലമാണ്. നമ്മൾ കയ്യിൽ പിടിക്കുന്ന ചെറിയ പുസ്തകം പോലെയല്ല. അതിലുള്ള പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയുടെ പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിലെ ചെറിയ ചെറിയ പേജുകളാണ് നീ കാണുന്ന ചെറിയ കല്ലുകൾ. അതുപോലെ തന്നെ മൗണ്ടൻ സൈഡ്, അതായത് നമ്മുടെ പർവ്വതങ്ങളുടെ അരികിൽ കിടക്കുന്ന ചെറിയ കല്ലുകളൊക്കെ. ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. അതൊക്കെ നിനക്ക് ഓരോ കഥ പറഞ്ഞു തരാൻ നിൽക്കുകയാണ്. അതിലൊക്കെ എന്തെങ്കിലും കാര്യം പറയാനുണ്ട്. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ്. പക്ഷേ നിനക്കത് വായിക്കാൻ കഴിയണം. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് എന്താണ്, പ്രകൃതിയിലെ പുസ്തകം വായിക്കാൻ കഴിയില്ല. ഒരു ഇമാജിനറി പുസ്തകമാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ പ്രകൃതിയിലുള്ള ഓരോ ചെറിയ വസ്തുക്കൾക്കും കഥ പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. അത് വായിക്കണമെങ്കിൽ എന്താ, പ്രകൃതിയിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. ഇനി നെഹ്റു പറയാം, ഏതൊരു ഭാഷ, അത് ഹിന്ദി ആവട്ടെ, ഉറുദു ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, സംസാരിക്കണമെങ്കിൽ അതല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ, ലേൺ ചെയ്യണമെങ്കിൽ, റീഡ് ചെയ്യണമെങ്കിൽ, വായിക്കണമെങ്കിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഏത് ഭാഷയും റീഡ് ചെയ്യണമെങ്കിൽ, വായിക്കണമെങ്കിൽ നമ്മളതിൻ്റെ ആൽഫബറ്റ് ABCDEFG അതാണ് ആൽഫബറ്റ് അല്ലേ. അതായത് അതിലെ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ, ഒരു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൽ ആൽഫബറ്റ് അറിഞ്ഞിരിക്കണം. സോ ഓൾസോ യു മസ്റ്റ് ലേൺ ദ ആൽഫബറ്റ് ഓഫ് നേച്ചർ ബിഫോർ യു ക്യാൻ റീഡ് ഹെർ സ്റ്റോറി ഇൻ ഹെർ ബുക്സ് ഓഫ് സ്റ്റോൺ ആൻഡ് റോക്ക്. അതുപോലെ തന്നെ നേച്ചറിൻ്റെ പുസ്തകത്തിലുള്ള കല്ലിൻ്റെയും റോക്ക്, വലിയ പാറ കഷ്ണങ്ങളുടെയും ഒക്കെ സ്റ്റോറി വായിക്കണമെങ്കിൽ എന്ത് വേണം, പ്രകൃതിയുടെ ആൽഫബറ്റ് ലേൺ ചെയ്യണം, പഠിക്കണം. ഈവൻ നോ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. അപ്പോൾ ഒരു പക്ഷേ നിനക്ക് ഇപ്പോൾ പോലും അറിയാമായിരിക്കും ഒരല്പമൊക്കെ പ്രകൃതിയെക്കുറിച്ച് വായിക്കാൻ, അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ വായിക്കാൻ. അതായത് നിനക്ക് പ്രകൃതിയുമായിട്ട് ചെറിയ ടച്ചൊക്കെ ഇപ്പോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ, ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? പെബിൾ എന്ന് പറഞ്ഞാൽ ഉരുളൻകല്ല, സ്മൂത്ത് ആവണം, ഷൈനി, തിളങ്ങുന്ന, റൗണ്ട് ഷേപ്പുള്ള. അപ്പോൾ നീ ഒരു പെബിൾ, ഒരു ഉരുളൻകല്ല് കണ്ടാൽ അതിനും നിന്നോടതിൽ പറയാനില്ലേ എന്ന് വെച്ചാൽ ആ ഉരുളൻകല്ലിന് പോലും നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? എങ്ങനെയാണ് ഒരു ഉരുളൻകല്ല്, പെബിൾ എന്ന് പറഞ്ഞാൽ ഉരുളൻകല്ലാണ്, ഈ ഉരുളൻകല്ല് റൗണ്ട് ആയത്, സ്മൂത്ത് ആയത്, ഷൈനി, തിളക്കമുള്ളതായത്, വിത്തൗട്ട് എനി കോർണേഴ്സ് ഓർ റഫ് എഡ്ജസ്? നമ്മൾ സാധാരണ കല്ല് എങ്ങനെയാണ്, അതിന് കോർണേഴ്സ്, ഒരുപാട് വശങ്ങളുണ്ട്, അതുപോലെ തന്നെ റഫായ എഡ്ജ് ഉണ്ട്. ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക്, ഒരു വലിയ പാറക്കഷ്ണം നീ ബ്രേക്ക് ചെയ്താൽ, പൊട്ടിച്ചാൽ, ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ചെറിയ പീസുകളായി പൊട്ടിച്ചാൽ, ഈച്ച് ബിറ്റ് ഈസ് റഫ്, ഓരോ കഷ്ണവും റഫായിരിക്കും, പരുപരുത്തതായിരിക്കും. ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്, അതിന് ഒരുപാട് മൂലകളുണ്ടാവും, കോർണർ മൂലകളാണ്, റഫായ എഡ്ജ്, ഓരോ വശങ്ങളുണ്ടാവും അല്ലേ. അങ്ങനല്ലേ, നമ്മൾ വലിയൊരു പാറക്കഷ്ണം പൊട്ടിച്ചാൽ അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര, നമ്മൾ പെബിൾസ് ഉരുളക്കല്ല് ഇട്ടോ, ഇല്ല, ഉരുളക്കല്ല് സ്മൂത്താണ്. ഈ പെബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ പുഴക്കരികിലൊക്കെ ഉണ്ടാവും, എന്താണ്, ഉരുണ്ട നല്ല സ്മൂത്തായ കല്ലുകളുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളൊരു കല്ല് പൊട്ടിച്ചാൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. നമ്മൾ പൊട്ടിച്ച കല്ല്, റൗണ്ട് സ്മൂത്ത് ആയിട്ടുള്ള പെബിൾ ഈ ഉരുളൻകല്ല് പോലെ ആവില്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? അങ്ങനെയാണെങ്കിൽ ഈ പെബിൾ എന്ന് വിളിക്കുന്ന ഈ ഉരുളൻകല്ല് അതെങ്ങനെ റൗണ്ടായി, സ്മൂത്തായി, ഷൈനി, തിളക്കമുള്ളതായി? ഇറ്റ് വിൽ ടെൽ യു ഇറ്റ് സ്റ്റോറി ഇഫ് യു ഹാവ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ഇറ്റ്. നിനക്ക് ഒരു നല്ല കണ്ണുണ്ടെങ്കിൽ, ചെവികളുണ്ടെങ്കിൽ, നല്ല കണ്ണുകളും നല്ല ചെവികളും, അതായത് പ്രകൃതി പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ കഥ അത് പറഞ്ഞു തരും എന്നാണ്, എങ്ങനെ ഉരുളൻകല്ല് ഇത്ര സ്മൂത്തായി എന്നുള്ളത്. It tells you that once upon a time, it may be long ago, it was a bit of rock, just like the bit you may break from a big rock or stone with plenty of edges and corners. അപ്പോൾ ഇത് പറഞ്ഞു തരും, ഉരുളൻകല്ല് പറഞ്ഞു തരും. ഒരു കാലത്ത് ഈ ഉരുളൻകല്ല് എന്തായിരുന്നു, ഒരു ചെറിയ പാറക്കഷ്ണമായിരുന്നു. അതിന് നല്ല പരുപരുത്ത പ്രതലമുള്ള, ഒരുപാട് കോർണേഴ്സ് ഉള്ള, റഫായിട്ടുള്ള, ഷൈനിങ് അല്ലാത്ത, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു പാറക്കഷ്ണം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പരുപരുത്ത വശങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പീസാവില്ലേ, അതുപോലെ ഒരു കല്ല് തന്നെയായിരുന്നു ഈ പെബിൾ എന്ന് പറഞ്ഞതും. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. ഒരു പക്ഷേ എന്താണ്, അത് വല്ല മൗണ്ടൻ സൈഡിലായിരിക്കും, ഒരു വലിയ പർവ്വതത്തിൻ്റെ സമീപത്ത് ഒക്കെ ആയിരിക്കാം അത് റെസ്റ്റഡ്, അത് ഉണ്ടായിരുന്നത്. ദെൻ കെയിം ദ റെയിൻ, അപ്പോൾ മഴ വന്നിട്ടുണ്ടാവാം. ആൻഡ് വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി. എന്നിട്ട് മഴയിൽ ഇങ്ങനെ
ഈ പർവ്വതത്തിൽ നിന്ന് ഈ കല്ല് ചെറുതായിട്ട് എന്താണ് ഒലിച്ചു പോന്നിട്ടുണ്ടാവാം വാലി താഴ്വരയിലേക്ക്. വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൻ സ്ട്രീം, അവിടെ എന്താണ് ചെറിയ മൗണ്ടൻ സ്ട്രീം ഉണ്ടാവും, പർവ്വതത്തിലുള്ള ചെറിയ നീരുറവാന്നോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ നദികളുണ്ടാവാം, അതിലേക്ക് ഈ കല്ല് പെട്ടിട്ടുണ്ടാവും. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച്ഡ് എ ലിറ്റിൽ റിവർ. അപ്പോൾ ആ ചെറിയ അരുവി, കൊച്ചരുവി എന്താണ്, അതിങ്ങനെ അതിലൂടെ ഈ ഉരുളങ്കല്ല് ഒഴുകി വന്ന് ഏതുവരെ, ടിൽ ഇറ്റ് റീച്ച്ഡ് എത്തിച്ചേരുന്നത് വരെ, എ ലിറ്റിൽ റിവർ ചെറിയ ഒരു പുഴ എത്തുന്നത് വരെ അത് ഒഴുകി വന്നിട്ടുണ്ടാവാം. വന്നു എന്നല്ല കേട്ടോ, അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. എങ്ങനെ ഈ ഉരുളങ്കല്ലിന് ഇത്ര സ്മൂത്തായത് പറയുകയാണേ. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ, ആ ചെറിയ അരുവി എന്താണ് വലിയ അരുവിയിലേക്ക് പോയി. അപ്പോൾ ആദ്യം ഈ കല്ല് ഈ സ്മൂത്തായിട്ടുള്ള കല്ലുകളൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും മൗണ്ടൻ സൈഡിലായിരിക്കും, അവിടെ മഴ പെയ്തത് ഒലിച്ചിറങ്ങി അതിൻ്റെ ചെറിയ നീരുറവയിലേക്ക് വന്ന് അതിന് ചെറിയ അരുവിയിലേക്ക് പോയി, ചെറിയ അരുവിൽ നിന്ന് വലിയ അരുവിയിലേക്ക് പോയിട്ടുണ്ടാവാന്നാണ് പറഞ്ഞത്. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ, വലിയ അരുവിയിലേക്ക് പോയി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വർ വോൺ അവേ. എന്താ പറഞ്ഞത്, ഈ സമയത്തൊക്കെ ഇതിങ്ങനെ പുഴയിൽ കിടന്ന് ഉരുളുകയാണ്. ആൻഡ് ഇറ്റ്സ് എഡ്ജസ്, അതിൻ്റെ അരികുകൾ വേർ വോൺ അവേ എന്ന് പറയുമ്പോൾ അത് നശിച്ചു പോയി, അതായത് റഫായിട്ടുള്ള എഡ്ജൊക്കെ നശിച്ചു പോയി, സ്മൂത്തായി. ദസ് ദ റഫ് സർഫേസ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി, അങ്ങനെ റഫായിട്ടുള്ള അതിൻ്റെ പ്രതലം സർഫേസ് എന്ത് ചെയ്തു, മെയ്ഡ് സ്മൂത്തായി ആൻഡ് ഷൈനി ആയി. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ ദാറ്റ് യു സീ, അങ്ങനെയാണ് നീ ഇപ്പം കാണുന്ന ആ പെബിൾ ആയത്. സംഹൗ ദ റിവർ ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ആൻഡ് യു ഫൗണ്ട് ഇറ്റ്. സംഹൗ എങ്ങനെയൊക്കെയോ ആ റിവർ അതിനെ പുറന്തള്ളി, അത് കരയിലേക്ക് എത്തിച്ചു, അങ്ങനെ നിനക്കത് കിട്ടി, യു ഫൗണ്ട് ഇറ്റ്. ഇഫ് ദ റിവർ ഹാഡ് ക്യാരിഡ് ഇറ്റ് ഓൺ ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ till at last it became a grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. ഇനിയോ ഈ പുഴയിൽ നിന്നും ആ കല്ല് എങ്ങനെയൊക്കെയോ കരക്ക് വന്നത് കൊണ്ടാണല്ലോ നിനക്ക് കിട്ടിയത്. അങ്ങനെ കരക്ക് വന്നിട്ടില്ലാതെ പുഴയിലൂടെ തന്നെ ആ കല്ല് വീണ്ടും ഒഴുകിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇഫ് ദ റിവർ ഹാഡ് ക്യാരിഡ് ഇറ്റ്, ആ റിവർ അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്യാരിഡ് ഇറ്റ് ഓൺ ഇറ്റ് വുഡ് ഹാവ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ, അത് വീണ്ടും ചെറുതായി വരുമായിരുന്നു. ടിൽ അറ്റ് ലാസ്റ്റ് ഇറ്റ് ബിക്കെയിം എ ഗ്രെയിൻ ഓഫ് സാൻഡ്, ഒരു പൊടി, മണ്ണിൻ്റെ ഒരു പൊടിയായി തീരുമായിരുന്നു. അത്രയും ചെറുതായി കാരണം എഡ്ജെല്ലാം വീണ്ടും പോയി ഒരു തരിയാകും. ആൻഡ് ജോയിൻഡ് ഇറ്റ്സ് ബ്രദേഴ്സ് അറ്റ് ദ സീസൈഡ് പുഴക്കരയിൽ, എന്താണ് പുഴക്കരല്ല ഇവിടെ എന്താണ് കടൽക്കരയിൽ, സീസൈഡ് കടൽക്കരയിൽ എന്താവും, ബീച്ചിലെത്തിയിട്ട് അവിടുത്തെ ഒരു തരി മണലായി തീരുമായിരുന്നേക്കാമായിരുന്നു എന്നാ. ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ബീച്ച്, അതങ്ങനെ അതൊരു ബ്യൂട്ടിഫുൾ ബീച്ച് ഉണ്ടാക്കും. വെർ ലിറ്റിൽ ചിൽഡ്രൻ ക്യാൻ പ്ലേ ആൻഡ് മേക്ക് കാസൽസ് ഔട്ട് ഓഫ് ദ സാൻഡ്, അങ്ങനെ ആ മണൽത്തരി വെച്ചിട്ട് ചെറിയ കുട്ടികൾ കാസൽസ്, വലിയ കൊട്ടാരങ്ങൾ, ഈ അവർ ഉണ്ടാക്കുന്ന കൊട്ടാരം കേട്ടോ, ചെറിയ കുട്ടികൾ ഉണ്ടാക്കുമല്ലോ അങ്ങനെ മണൽ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, കാസൽസ്, അങ്ങനെ അവർ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എവിടുന്ന് അത് കഥ പോയത് നോക്കണം. നീ ഇപ്പോൾ കാണുന്ന പെബിൾ, ആ ഉരുളൻകല്ല്, അതിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ. അത് ഏതെങ്കിലും മലമുകളിലായിരുന്നേക്കാം, എന്നിട്ട് മഴ പെയ്തത് ഉരുണ്ട് വന്ന് ചെറിയ വെള്ളത്തിലൂടെ നീരുറവയിലൂടെ ഒലിച്ച് വന്ന് ചെറിയ അരുവിയിലേക്ക് പോയി, പിന്നെ കുറച്ചുകൂടെ വലിയ അരുവിയിലേക്ക് വന്ന് നിനക്ക് കിട്ടി, സ്മൂത്തായി. നിനക്കത് കിട്ടാതെ വീണ്ടും നദിയിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നെഹ്റു പറയാം ഇതിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു, അത് ഉരുണ്ട് വീണ്ടും ചെറുതായി വരും, ചെറിയ തരിയാകും. ഈ തരി അവസാനം കടലിലെത്തും, കടൽ തീരത്ത്. അങ്ങനെ അവിടുത്തെ ഒരുപാട് അനേകം കോടി മണൽത്തരികളിൽ ഒരു മണൽത്തരിയായി നിൽക്കുമായിരുന്നു. ആ മണൽത്തരി വെച്ച് കുട്ടികൾ എന്ത് ചെയ്യും, കാസിൽസ്, ചെറിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കും. ചെറിയ കുട്ടികളല്ലേ മണലിങ്ങനെ വീടുന്നൊക്കെ ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആയി തീരുമായിരുന്നു. ഇനി നെഹ്റു പറയാം, ഇഫ് എ ലിറ്റിൽ പെബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് ദ മെനി അതർ തിങ്സ് വി സീ അറൗണ്ട് അസ്. നെഹ്റു ചോദിക്കുക, ഒരു ചെറിയ ഉരുളൻകല്ലിന് ഇത്രയധികം കഥകൾ പറയാനുണ്ടെങ്കിൽ വലിയ പാറക്കഷ്ണങ്ങൾക്കും മൗണ്ടൻ പർവ്വതങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിയിൽ കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് എത്രയെല്ലാം കഥകൾ പറയാനുണ്ടാവും എന്ന് നെഹ്റു നമ്മളോട് ചോദിക്കുക. നമ്മളോടല്ല, നെഹ്റു സ്വന്തം മകളോട് ചോദിക്കുകയാണ്, ഇന്ദിരാഗാന്ധിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളോടും കൂടെയാണ് ചോദിക്കുന്നത്. നമുക്കും എന്താണ്, ഈ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ സാധനങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പോൾ നമുക്കത് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ചെവികളും ഉണ്ടെങ്കിൽ, അതായത് ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള
അതല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ചെവികളും കണ്ണുകളും ഒക്കെ അത് കാണാൻ മാത്രം നമ്മുടെ കണ്ണുകൾക്കും ചെവികൾക്കും കാര്യം ഇതുണ്ടെങ്കിൽ, അതായത് പ്രകൃതിയുള്ള എല്ലാ കാര്യവും നമ്മൾ നോർമൽ രീതിയിൽ കണ്ടോളണമെന്നില്ല. നമ്മളിങ്ങനെ തിരക്കോടിച്ച ജീവിതത്തിൽ അതിനൊക്കെ എവിടെ സമയം? നമ്മളിങ്ങനെ നമ്മുടേതായിട്ടുള്ള ലോകത്തിലൂടെ ഓടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അത് മാറ്റി വെച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്നാൽ ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് അങ്ങനെ കുറേയൊക്കെ ആലോചിച്ചും ഇത്തരം കഥകളൊക്കെ നമുക്ക് കിട്ടും, ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നെഹ്റു പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ലെറ്ററിലുള്ളത്. ഇതിൻ്റെ ആകെ തുക എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. പ്രകൃതിയിലുള്ള അത്ഭുതങ്ങൾ, വണ്ടേഴ്സ് ഓഫ് നേച്ചറാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും ഉള്ള ഒരു മെസ്സേജ് കൂടെ, ഒരു ഇന്നർ മെസ്സേജ് കൂടെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.